ഹലോ, ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്പോട്ട് ഇൻ മാൽദീവ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി എല്ലാവരും പറയും ഈ കടലിനെ നോക്കിയിരിക്കുക എന്നത്. അപ്പം ഞാനാക്കി മാൽദീവ്സിൽ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഏകദേശം 7 മണിയായപ്പോഴേ നമ്മൾ പുറത്തോട്ടിറങ്ങി ചെല്ലാൻ പറഞ്ഞത് നമ്മുടെ ഗ്രൗണ്ടിലേക്കാണ്. അങ്ങനെ ഗ്രൗണ്ടിലെത്തി ഇനി അടുത്ത പരിപാടി ഒരു വാമപ്പ് ആക്ടിവിറ്റിയാണ്. അപ്പം ഈ ഐലൻഡിലുള്ള എല്ലാവരുടെയും കൂടി ഒരു എക്സസൈസ് ഒക്കെയായി. അതിനുശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക് ആയിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് തിരിച്ച് 9 മണിയാകുമ്പം നമുക്ക് ക്ലീൻ ചെയ്യാൻ കിട്ടിയിരുന്നത് വെല്ലി ബീച്ചിലേക്കാണ്. അപ്പം വെല്ലി ബീച്ചിലേക്കുള്ള യാത്രയാണ്. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു കടലാണ്. കമ്പാരിറ്റീവ്ലി ക്ലീൻ ഇന്ത്യൻ ഓഷ്യൻ്റെ പാർട്ടാണ് ഈ മാൽദീവ്സിലെ ഈ ഐലൻഡുകൾ. ജൂൺ 8 എന്ന് പറയുന്നത് ഓഷ്യൻ കൺസർവേഷൻ ഡേ ആണ്. ഓഷ്യൻ കൺസർവേഷൻ ഡേയുടെ പാർട്ടായിട്ടാണ് ഈ ആക്ടിവിറ്റി ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന ഈ ലാവ്യാനി അറ്റോളിലെ ഒലിവേലി ഫുഷി എന്ന ഈ ഐലൻഡ് ഓൾറെഡി ഒരു കോറൽ റീഫിനാൽ പ്രൊട്ടക്റ്റഡ് ആണ്. അതിൻ്റെ അപ്പുറമാണ് കടലിൻ്റെ വലിയ തിരകൾ വന്നടിക്കുന്നത്. ഇതിനിപ്പുറം ഒരു കായൽ കിടക്കുന്ന പോലെ. എന്നാൽ ഓളമുണ്ട്. ഇപ്പോൾ സൗത്ത് വെസ്റ്റേൺ മൺസൂണൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തിരയും കാര്യങ്ങളും ഒക്കെയുണ്ട്. അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി നമുക്ക് നല്ല തിരയടിക്കുന്നത് കാണുന്നത് റീഫിൽ മാത്രമാണ്. റീഫിൻ്റെ സ്പോട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് അതിനുശേഷം ഒരു ഡീപ്പ് സീയിലേക്ക് ചെല്ലുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. 99% വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ വെള്ളം എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷ്യനാണ്. ഈ ഇന്ത്യൻ ഓഷ്യനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ മാൽദീവ്സിന് സൗത്ത് വെസ്റ്റേൺ മൺസൂൺ ഉണ്ട്. അതുപോലെ തന്നെ നല്ല ചൂട് ക്ലൈമറ്റാണ്. ഈ ഒരു ഫീച്ചറാണ് ഇവിടേക്ക് മനുഷ്യരെ അട്രാക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഐലൻഡ് ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 1500 മനുഷ്യരുള്ള ഒരു കൊച്ചു ഐലൻഡ്. ഈ 1500 മനുഷ്യന്മാരിൽ നമ്മൾ ഫോറിനേഴ്സും ഇൻക്ലൂഡഡ് ആണ്. ടീച്ചേഴ്സായിട്ട്, അതുപോലെ തന്നെ നേഴ്സസ്, ഡോക്ടേഴ്സ്, അതുപോലെ കൺസ്ട്രക്ഷൻ ഫീൽഡ്. ഈ 3 ഫീൽഡിലാണ് ഇങ്ങോട്ട് ആൾക്കാർ കടന്നു വരുന്നത്. ഈ കടൽ നിശ്ചലമായി കിടക്കാനുള്ള കാരണം ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു. 20 തൊട്ട് 50 മീറ്റർ വരെ താഴ്ച മാത്രമേ ഉള്ളൂ ഈ റീഫിൻ്റെ ഇപ്പുറത്തോട്ട്. അതിൻ്റെ അപ്പുറമാണ് ഡീപ് സീ, ഒരു 2000 തൊട്ട് 4000 മീറ്റർ താഴ്ചയുള്ള ഇന്ത്യൻ ഓഷ്യൻ. ഇപ്പോൾ കടലിലേക്ക് ഇറങ്ങി നമുക്ക് പറ്റുന്ന പോലെ എല്ലാവരുടെയും കൂടി അങ്ങനെ നമ്മളൊരു സീ കുക്കുംബറിൻ്റെ ചെറുതിനെയൊക്കെ കണ്ടു. അങ്ങനെ സീ കുക്കുംബർ, വെറൈറ്റി ഫിഷസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ കടലിൽ ചാടിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അവിടുന്ന് കയറിയപ്പോൾ ഇവിടുത്തെ ലോലി നമുക്ക് കഴിക്കാൻ തന്നു. ഒരു സിപ്പപ്പിൻ്റെ മിനി വേർഷനാണ്. അതിനുശേഷം ഞാൻ ഈ നനഞ്ഞിരുന്നത് കൊണ്ട് തന്നെ കുളിക്കാനായിട്ട് തിരിച്ച് റൂമിലേക്ക് പോയി. അങ്ങനെ ഫ്രഷായി തിരിച്ചെത്തിയപ്പോഴത്തേക്ക് നമുക്ക് ഇന്ന് ഫുഡ് എല്ലാവർക്കും ഒന്നിച്ചാണ്. ഇന്നത്തെ ഫുഡ് ട്രഡീഷണൽ മാൽദീവിയൻ സ്റ്റൈലാണ്. കടച്ചക്കയും തേങ്ങാപ്പാലും അരിയും ഒന്നിച്ചിട്ട് വേവിക്കുന്ന കടച്ചക്ക കഞ്ഞി, പിന്നെ മീനിട്ട റിഹാക്കുറുവിൻ്റെ ചമ്മന്തി, പിന്നെ സാദാ തേങ്ങാ ചമ്മന്തി, ക്യാരറ്റ്, കുക്കുംബർ, പിന്നെ മുരിങ്ങയില വറുത്തത്, പിന്നെ ചുട്ട മുളക്, പിന്നെ മാൽദീവിയൻ മുളക്, ഇങ്ങനെ ഉള്ള വെറൈറ്റി സാധനങ്ങളെല്ലാം കൂടെ കൂട്ടി നമ്മുടെ ഊണ്. ഇനി ഉച്ചയോടൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച റൂമിലേക്കാണ്. പോകുന്ന വഴി കണ്ട ഹ്യൂജ് എമണ്ടൻ ഹിറ്റാച്ചിയുടെ ലാൻഡിങ് കണ്ടു നിൽക്കാൻ തന്നെ തോന്നി. ഒരു 350 ക്യൂബിക് ലിറ്റർ കപ്പാസിറ്റി ഉള്ള 2 വണ്ടിയാണ് നമ്മുടെ ഐലൻഡിലേക്ക് എത്തിയത്. നാട്ടിൽ ലോറിയിൽ കയറ്റി ഹിറ്റാച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത്രയും വലിയൊരു ഹിറ്റാച്ചി, അതും 2 എണ്ണം ഒരു വലിയ ഹ്യൂജ് ബിഗ് ബോട്ടിൽ കൊണ്ടുവരുന്ന കാഴ്ച ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിലൂടെ കടൽ കടന്ന് ഇവിടുത്തെ ഹ്യൂജ് കൺസ്ട്രക്ഷൻ്റെ പാർട്ടാകാൻ എത്തിയിരിക്കുന്ന പുതിയ 2 വണ്ടികളാണ്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോവുകയാണ്. അപ്പം നമ്മുടെ ഈ എമണ്ടൻ ഹിറ്റാച്ചിയുടെ ലാൻഡിങ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട്, അടുത്തൊരു കാഴ്ചയായിട്ട് എത്തുന്നതാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഹോപ്പ് ഓൾ ആർ ഫൈൻ. താങ്ക് യു. ബൈ.